സർ, ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലോ ഒരു ഉത്തരമില്ല. അറിയാമെങ്കിലും പറയില്ല. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി എന്താണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അവർ ഭരണഘടനയിലൂടെ നടപ്പിലാക്കി. അതേ ഭരണഘടനയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിച്ച് നടക്കുന്നതും. പക്ഷേ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ RSS സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ മഹാസബാലയാണ് ഇത് പറയുന്നത്. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരവും ഈ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യണം എന്നുള്ളത്. അതിനെ ചുറ്റിപ്പറ്റി കോൺഗ്രസ് പറയുന്ന ചില ന്യായീകരണം, RSSന് വേണ്ടത് മനുസ്മൃതിയാണ്. അറിയാതെ തന്നെ അത്തരത്തിൽ കളിയാക്കിക്കൊണ്ട് അത്തരം ആരോപണങ്ങളാണ് RSS ഉന്നയിക്കുന്നതെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് RSS പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ മഹാരാജ്യത്തുണ്ടോ? അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ ഭരണഘടനയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ഇതിൽ ആദ്യമായിട്ട് RSSനെയും അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ ദത്താത്രേയ ഹൊസബള്ളജിയും പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. RSSനെയും ഹൊസബള്ളജിയെയും പിന്തുണയ്ക്കുന്നു. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മരമണ്ടൻ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ RSS ഇവിടെ ഭരണഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭരണഘടന ഉണ്ടാക്കിയത് ആരാ? ഡോക്ടർ അംബേദ്കറും അതിനുള്ള കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് RSSകാരൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു പല സാമൂഹിക പ്രവർത്തകരുണ്ടായിരുന്നു. അവരാരും ഈ സെക്കുലറിസം, സോഷ്യലിസം, സമഗ്രത ഈ 3 കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഒരു കാരണവശാലും ഈ വാക്കുകൾ ചേർക്കരുതെന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ നിർദ്ദേശിച്ചിരുന്നു, പട്ടേൽ നിർദ്ദേശിച്ചിരുന്നു. ബാക്കി അതിലുള്ള എല്ലാ ആൾക്കാരും ഇതൊന്നും ആവശ്യമില്ല, ഇതെല്ലാം ചെറുത്താങ്കളിയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് ചേർക്കാതെ പോയത്. പക്ഷേ അംബേദ്കറുടെയും പട്ടേലിന്റെയും കാലശേഷം നെഹ്റു വളരെ സൂത്രത്തിൽ പാകിസ്ഥാൻ വഖഫിന് ഇന്ത്യക്കകത്ത് വേറൊരു പാകിസ്ഥാനെ പ്ലാൻ ചെയ്തു 1954. അതിപ്പം പാർലമെന്റ് അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബില്ല് പാസ്സായി. അതിനെല്ലാം ശേഷം 1976 ഇന്ത്യ സാമ്പത്തികമായിട്ട് പൊളിയുകയും നെഹ്റുവിയൻ സോഷ്യലിസവും ജിഹാദിസവും കാരണം ഇന്ത്യ പൊളിഞ്ഞു പാളീസാകുമെന്ന ഗതി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി കാണിച്ച ഒരു സൂത്രപ്പണിയാണ് അടിയന്തരാവസ്ഥ. മുഗളത്തിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി, മൈമുന ബീഗം എന്നാണ് അവരുടെ പേര്, ഈ മൈമുന ബീഗം മുഗൾ ഭരണം തിരിച്ചു കൊണ്ടുവന്ന് ഭരണം നിലനിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിനവർ ചെയ്ത പരിപാടി ഈ സെക്കുലറിസം എന്ന് പറയുന്നത് ടക്കിയാണ്. സെക്കുലറിസം ഡെവിൾ എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് സെക്കുലറിസം ഡെവിൾ, കമ്മ്യൂണിസം ഡെവിൾ, ലിബറലിസം ഡെവിൾ. ഈ 3 വാക്കുകളാണ്, അതായത് ഒഫീഷ്യലായിട്ട് ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ജിഹാദി, കമ്മ്യൂണിസം, ലിബറലിസം, ഇത് 3ഉം ചെകുത്താനാണ്. ആ 3 ചെകുത്താന്റെ വാക്കുകളാണ് ഈ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും കൂടെ അംബേദ്കറുടെ ഭരണഘടന കീറിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നത്. ലോകത്തൊരിടത്തും പ്രിയാമ്പിൾ, ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്തിയ ചരിത്രമേ ഇല്ല, തിരുത്തത്തുമില്ല. തിരുത്താൻ പാടില്ല എന്നല്ല, തിരുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ആരും അറിയാണ്ട് പാർലമെന്റിനെ സസ്പെൻഡ് ചെയ്തു, കോടതിയെ സസ്പെൻഡ് ചെയ്തു, ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന മുഗൾ പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീ ഭരണം പിടിച്ചെടുക്കുന്നു. അവർ ഭരണഘടന തോന്നിയാസം മാറ്റുന്നു. 2 വർഷത്തേന് ഭരണഘടന എടുത്ത് കട്ടിലിന്റെ അടിയിൽ വയ്ക്കുന്നു. അതിനുശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ ആദ്യത്തെ പേജ് മാറി, പ്രിയാമ്പിൾ മാറി. അപ്പൊ അത് ഇതിനകത്ത് വേറൊരു കള്ളത്തരം, ഇത് ഇല്ലീഗൽ ആണെന്ന്, ഈ പ്രിയാമ്പിൾ മാറിയത് ഇല്ലീഗൽ ആണെന്ന് പറയാനുള്ള തന്റെ ഇടം ഇപ്പോഴാണ് ഗവൺമെന്റും ആൾക്കാരും കാണിക്കുന്നത് 50 വർഷത്തിന് ശേഷം. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ കോടതി ഇത് എടുത്തു കളയേണ്ടതായിരുന്നു. ഈ സെക്കുലറിസം, സോഷ്യലിസം, സമഗ്രതയൊക്കെ ഇവിടുത്തെ കോടതി എടുത്തു കളയേണ്ടതായിരുന്നു. കാരണം പാർലമെന്റിന്റെ നിയമം അനുസരിച്ചല്ല നിർമ്മിച്ചിരിക്കുന്നത്. പാതിരാത്രിക്ക് പാർലമെന്റിന്റെ ഓർഡർ ഇറക്കി ഞാൻ ഇറങ്ങി ഇത് തിരുത്തുകയാണ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് പറയേണ്ടതായിരുന്നു, പറഞ്ഞില്ല. ഓക്കെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇപ്പം അതിനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു. അതായത് എന്തിനാണ് നമ്മുടെ ഭരണഘടനയിൽ പാകിസ്ഥാന്റെ ഐഡിയ ആയിട്ടുള്ള സെക്കുലറിസം, ജിഹാദിസം ചേർക്കുന്നത്? സെക്കുലറിസം എന്ന് പറയുന്നത് ജിഹാദിസം തന്നെയാണ്, ടക്കിയ. അതെന്തിനാണ് ചേർക്കുന്നത്? ആർക്കും ഉത്തരവില്ല, ഒരു കോൺഗ്രസ്സുകാരനും ഉത്തരവില്ല. ചൈനയുടെ ആദർശമായിട്ടുള്ള സോഷ്യലിസം, കമ്മ്യൂണിസത്തിന്റെ വേറൊരു പേര്, അതെന്തിനാണ് നമ്മൾ ചേർക്കുന്നത്? ഇത് നമ്മൾ പാകിസ്ഥാന് കീഴടങ്ങിയതിന് തുല്യമാണ്. കോൺഗ്രസ് പാകിസ്ഥാന് കീഴടങ്ങിയതിന്റെ ഒരു അടയാളമാണ് സെക്കുലറിസം നമ്മുടെ ഭരണഘടനയിൽ ഇരിക്കുന്നത്. കോൺഗ്രസ് ചൈനയ്ക്ക് കീഴടങ്ങിയതിന്റെ അടയാളമാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും നമ്മുടെ ഭരണഘടനയിലോട്ട് വന്നത്. കോൺഗ്രസ് ആഗോള ശക്തികൾക്ക് കീഴടങ്ങിയതിന്റെ പേരിലാണ് സമഗ്രത എന്നുള്ള കാര്യങ്ങൾ വന്നത്. ഈ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ ദേശം ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളാണ് വരേണ്ടത്.
അതായിരുന്നു ഭരണഘടന വിഭാവനം ചെയ്തിരുന്നതും അംബേദ്കറും ഒക്കെ വിഭാവനം ചെയ്തിരുന്നു. പക്ഷെ അവരുടെ കാലശേഷം ഈ മുഗളന്മാരായ കോൺഗ്രസ്സുകാർ മൈമുന ബീഗത്തിന്റെ നേതൃത്വത്തിലും നെഹ്റു ഖാന്റെ നേതൃത്വത്തിലും പിന്നീട് വന്നിട്ടുള്ള ഖാൻമാരുടെ എല്ലാം നേതൃത്വത്തിൽ ഇത് അട്ടിമറിച്ചു. അങ്ങനെയാണ് രാജ്യം മുഴുവൻ വഖഫായിട്ട് പപ്പു ഖാനും പിങ്കി ഖാനും മമ്മി ഖാനും കൂടെ ചേർന്ന് 2013 പറയുന്നു രാജ്യം മൊത്തം വഖഫായി പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭരണഘടന വഖഫാക്കുകയാണ് ഈ പറഞ്ഞ മാറ്റം വഴി 1975-77 ഇന്ദിരാഗാന്ധി ചെയ്തത്. ഇത് മാറ്റണമെന്നുള്ള RSSന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നു. കാരണം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആകാം, അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇന്ത്യ ചൈനയാകാം. അതുകൊണ്ട് ഈ അപകടം പിടിച്ച വാക്കുകൾ പാകിസ്ഥാനും ചൈനയ്ക്കും ഗ്ലോബൽ ഇലൂമിനാറ്റിക്കും അടിയറവ് വെക്കുന്ന വാക്കുകൾ നമ്മുടെ ഭരണഘടനയിൽ ആവശ്യമില്ല. അത് നിർദാക്ഷിണ്യം എടുത്ത് പാകിസ്ഥാനും ചൈനയ്ക്കും കൊടുത്തേക്കുക. അത് അവരോട് എടുത്തോളാൻ പറയുക. നമുക്കതിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഈ KC വേണുഗോപാലൊക്കെ വെല്ലുവിളിക്കുകയാണ് RSSനോട് പാർലമെന്റിലോട്ട് വരാനൊക്കെ പറഞ്ഞ്. RSSനാണ് പാർലമെന്റിൽ മെജോറിറ്റി. ഇന്ത്യയുടെ ഇപ്പോൾ RSSനാണ് മെജോറിറ്റി. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുകയും ചെയ്യും. ഇവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സെക്കുലറിസവും സോഷ്യലിസവും സമഗ്രതയും ഭരണഘടനയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അതിനെ 100% പിന്തുണയ്ക്കുന്നു. കാരണം അത് ഭരണഘടനയെ പരിശുദ്ധമായ ഒരു സംഭവമാണ് ഭരണഘടന. അതിനെ അപായപ്പെടുത്തുകയും അവിശുദ്ധമാക്കുകയും ചെയ്ത് മലിനപ്പെടുത്തുകയും ചെയ്ത പരിപാടിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. സോ അതിനെ തിരുത്തി, അതിനെ വാഷ് ചെയ്ത്, അതിനെ ശുദ്ധീകരിച്ച് അംബേദ്കറുടെ പഴയ ഭരണഘടന പുനഃസ്ഥാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് പുതിയ ഭരണഘടന ഒന്നും ഉണ്ടാക്കുന്നില്ല. മോഡി ഗവൺമെന്റോ RSSോ പുതിയ ഭരണഘടന ഒന്നും ഉണ്ടാക്കുന്നില്ല. അംബേദ്കർ ഉണ്ടാക്കിയ ഒറിജിനൽ ഭരണഘടന പുനഃസ്ഥാപിക്കുന്നു. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിന് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ബലം ഉപയോഗിച്ച് അവരെ കൺട്രോൾ ചെയ്യുക, മാക്സിമം കൺട്രോൾ ചെയ്യുക. ഒരു കാരണവശാലും ഈ കോൺഗ്രസിന്റെ ഭീഷണിക്കോ ജിഹാദികളുടെ ഭീഷണിക്കോ കമ്മ്യൂണിസ്റ്റിന്റെ ഭീഷണിക്കോ ഗവൺമെന്റ് വഴങ്ങേണ്ടതില്ല. എങ്ങനെയാണോ ജിഹാദികളെ കാശ്മീരിൽ ഇല്ലായ്മ ചെയ്തത്, എങ്ങനെയാണോ നക്സലൈറ്റിനെ ഇല്ലായ്മ ചെയ്തത്, അതേ രീതിയിൽ തന്നെ ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കുക. അംബേദ്കറുടെ ഭരണഘടന പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കുക. ബാക്കി കാര്യങ്ങൾ വലിയ പോലെ കാണുക. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. RSSനും BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ 100% പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം ഇത് ഇന്ത്യയുടെ പുരോഗതിക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ പാകിസ്ഥാന്റെ ഐഡിയോളജിയായ വ്യാജ സെക്കുലറിസവും ചൈനയുടെ ഐഡിയോളജി ആയിട്ടുള്ള സോഷ്യലിസവും ലിബറലിസവും ഒന്നും തുടരേണ്ട ആവശ്യമില്ല. രാജ്യം മുന്നോട്ട് പുരോഗമിക്കുകയാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അംബേദ്കർ പറഞ്ഞതാണെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. അംബേദ്കർ ആയിരുന്നു ശരിയെന്ന് മനസ്സിലായി. ആ അംബേദ്കറുടെ ഭരണഘടനയെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് അംബേദ്കറുടെ ഭരണഘടന റീപ്ലേസ്ഡ് ആയി കഴിയുമ്പോൾ 1975 തുടങ്ങി ഇത്രയും കാലം കോൺഗ്രസ് കൊണ്ടുവന്ന വ്യാജ പരിഷ്കാരങ്ങളുണ്ട്, ഇന്ത്യക്കെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്, മനുഷ്യർക്ക് മുകളിൽ മൃഗങ്ങളെ കയറ്റി വെക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുടുംബങ്ങളെ തകർക്കുന്ന ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ബില്ലുകളും നിയമങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം മാറ്റിക്കുറിക്കുവാൻ ഈ ഒരു തുടക്കം, ഒരു നല്ല തുടക്കത്തിന് സാധിക്കും. ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥയുടെ അവസാനത്തെ കറയും എടുത്തു കളയാൻ RSSനും BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഭരണഘടനയിൽ നിന്ന് ആ 2 വാക്കുകൾ സോഷ്യലിസവും മതേതരവും നീക്കം ചെയ്യണം എന്നുള്ളതാണ് RSSന്റെ ആവശ്യം. എങ്കിൽ മാത്രമേ ഭരണഘടന പൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭരണഘടന പാർലമെന്റിനേക്കാൾ പുണ്യമായ ഒരു സാധനമാണ് എന്ന നിലയിലേക്ക് RSS വരുമ്പോൾ RSSന് വേണ്ടത് മനുസ്മൃതിയാണെന്ന രീതിയിൽ കളിയാക്കാനാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത്. അത്തരത്തിലാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് RSSന്റെ ഈ ഒരു ആവശ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ RSS ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ എത്രത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ എത്രത്തോളം ഇതിന്മേലുള്ള ചർച്ചകൾ നടക്കും, ഒപ്പം ഇത് പ്രാക്ടിക്കൽ ആക്കാൻ സാധിക്കുമോ സർക്കാരിന് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.